guys, welcome to Eduport. Yes, എടാ മക്കളെ നമ്മുടെ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് അനുച്ഛേദം അല്ലേ. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഷോർട്ട് ആക്കി അങ്ങ് എഴുതിയാൽ മാത്രം മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അനുച്ഛേദം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഏത് രീതിയിലേക്കാണ് മാറ്റി എഴുതേണ്ടതെന്നുള്ളത്. സോ ആ ഡൗട്ടോ കാര്യങ്ങളുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടോളൂ. നിങ്ങളുടെ ഡൗട്ട് ഒക്കെ തീർത്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അനുച്ഛേദം എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ എക്സാമിന് ഈ രീതിയിലാണ് ചോദ്യം വരിക. ജീവൻ വൃത്തസെ അനുച്ഛേദ ലിഖേ അല്ലേ. അതായത് ഏതെങ്കിലും ഒരു കവിയുടെ എന്ത് തരും, ബയോഡാറ്റ തരും. ഓക്കെ, അപ്പൊ അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്ന് അതേ കാര്യങ്ങൾ, അതായത് നമുക്കിത് ഇവിടെ തന്നിട്ടുണ്ട് ജീവൻ വൃത്ത ആരതാണ്, മൈഥിലി ശരൺ ഗുപ്ത. മൈഥിലി ശരൺ ഗുപ്തിന്റെ ബയോഡാറ്റ അവിടെ തന്നിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അനുച്ഛേദാക്കി മാറ്റി എഴുതിയാൽ മതി. സിമ്പിൾ ആണ് കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്, പേര്, അതുപോലെ ജനിച്ച തീയതി, ഡേറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ വ്യവസായം, അതായത് അദ്ദേഹം ഏതൊക്കെ മേഖലകളിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ കവിയാണ്, രാജ്നേത, നാടകക്കാർ, അനുവാദക്. ഓക്കെ, പിന്നെന്താ തന്നിട്ടുള്ളത്, രചനായം, അദ്ദേഹത്തിന്റെ കൃതികളിൽ എന്തൊക്കെയാണ്, പഞ്ചവടി, സാഖേത്, യശോധര, അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിനുണ്ട്. നെക്സ്റ്റ് സമ്മാൻ, അദ്ദേഹത്തിന് എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാ, ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാർ, പിന്നെ എന്തൊക്കെയുണ്ട്, മംഗൾ പ്രസാദ് പുരസ്കാർ, പത്മഭൂഷൺ. ഓക്കെ, ദെൻ അവസാനം മൃത്യു, മരണം. ഇത്രയും കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ മൈഥിലി ശരൺ ഗുപ്ത ആയിരിക്കില്ല, നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരാളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നാലും എന്താണ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് തരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ അനുച്ഛേദാക്കി മാറ്റി എഴുതണം. എങ്ങനെ, ഇതേ കാര്യങ്ങൾ ഈ രീതിയിലേക്ക് അങ്ങ് മാറ്റിയാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ട കാര്യം, അത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ചോദ്യത്തിലുണ്ട്, അത് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. നോക്കിക്കേ, എങ്ങനെ എഴുതാം നോക്കിക്കേ. ഹിന്ദി സാഹിത്യ ജഗതിക്ക് സർവശ്രേഷ്ഠ കവിയോമേ പ്രമുഖ ഹേ. ആരായാലും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ തന്നെ പഠിക്കാം. ആരാണ്, ശ്രീ മൈഥിലി ശരൺ ഗുപ്ത. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പേര്, അത് നമ്മൾ എന്ത് എഴുതി, ഹിന്ദി സാഹിത്യ ജഗതിക്ക് സർവശ്രേഷ്ഠ കവിയോമേ പ്രമുഖ ഹേ. പ്രമുഖനാണ് ആര്, യെസ്, മൈഥിലി ശരൺ ഗുപ്ത. നെക്സ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ജന്മ, ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എഴുതുക എങ്ങനെ, ഉൻകാ ജന്മ 3 ഓഗസ്റ്റ് 1886 മേ ഹുവ. ഓക്കെ, അത് ആരതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ എഴുതാം. നെക്സ്റ്റ് നോക്കിക്കുക, അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത്, കവി, രാജ്നേത, നാടകക്കാർ, അനുവാദക് ആദി സമസ്ത സാഹിത്യ വിധാओं पर उन्होंने अपना योगदान दिया. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ആര് തന്നാലും എഴുതാം. നെക്സ്റ്റ് പഞ്ചവടി, സാഖേത, യശോധര ആദി ഉൻകെ പ്രസിദ്ധ രചനായേ ഹേ. ഓക്കെ, പിന്നെയോ ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാർ, മംഗൾ പ്രസാദ് പുരസ്കാർ, പത്മഭൂഷൺ ആദി സേ സമ്മാനിത് ഹുവ അല്ലെ. ആദി സേ വേ സമ്മാനിത് ഹുവ. അദ്ദേഹത്തിന് ഇത്രയൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് എന്ത് എഴുതാ, മരണം അവിടെ തന്നിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കേ, December 12, 1964 അല്ലെ, ഉൻകാ മൃത്യു ഹുവ. ഇത്രയും മതി, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ സാധിക്കും. അനുച്ഛേദത്തിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടിയില്ലേ. യെസ്, അപ്പൊ ഇതെന്തായാലും പഠിക്കണം. ഉറപ്പായിട്ടും എല്ലാ പ്രാവശ്യവും എന്താണ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇതങ്ങ് പഠിച്ചോ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. യെസ്, അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് കാണാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.